Let's go. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനാണ് ഹംബിൾ റൂം 8081111. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു മെയിൻ ബേസ് കെട്ടണം ഗൈസ്. അതിനുള്ള റീസോഴ്സൊക്കെ നമ്മൾ നേരത്തെ ഗ്യാദർ ചെയ്ത് വെച്ചു. എന്താ ചെയ്യുക, അത് തന്നെ എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് അവിടെ പോയി ബിൽഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇപ്പോൾ ഡയമണ്ടൊക്കെ കിട്ടിയത് പറയാൻ പറഞ്ഞു. ഷിപ്പറൊക്കെ ലൂട്ട് ചെയ്താൽ ഞാൻ മറ്റേ സ്പ്രൂസ് ഫോറസ്റ്റിൽ കൂടെയൊക്കെ കയറിയിട്ട് ഇറങ്ങി വന്നപ്പോൾ റെഡിയാക്കിയതാണ് ഗൈസ്. ഞാൻ ഇവിടെ ഫൗണ്ടേഷൻ കിട്ടിയിരിക്കുന്നു. ഫൗണ്ടേഷൻ്റെ കൂടെ ടൈലിൻ്റെ ഡിസൈൻ, അതായത് ഫ്ലോറിൻ്റെ ഡിസൈനും കൂടെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതായിരിക്കും എൻ്റെ ഫ്ലോറിൻ്റെ ഡിസൈൻ, അതൊക്കെ സെറ്റാക്കി. പിന്നെ ഇതാണ് ഗൈസ്, നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുക അല്ലേ, കഴിവ്. ബാക്കി അടുത്ത ഫ്ലോർ, ഈ ഫസ്റ്റ് ഫ്ലോർ ബിൽഡ് ചെയ്തിട്ട് നമുക്ക് കാണാമല്ലേ, കാണാം. ഗൈസ്, ഞാൻ ഫസ്റ്റ് ഫ്ലോർ ഡണ്ണി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചെറിയൊരു പ്ലാന്റേഷൻ പോലെ കെട്ടണം, ഡെർത്ത് നിറയ്ക്കണം. കണ്ടില്ല, കുഴി പോലെ കിടക്കണേ. ഇനി ഇവിടെ ഒരു പ്ലാന്റേഷൻ പോലെ സെറ്റ് ചെയ്യണം. ഇവിടെ എന്തോ ബ്ലൂബെറിയോ എന്നാ അതിൻ്റെ പേരെന്നാ, അയ്യോ ഇതിനൊരു പേര് പറയുമല്ലോ, എന്നാ സ്വീറ്റ് ബെറി. അത് വെച്ച് ഇവിടെയൊക്കെ ചുറ്റിനും വെക്കണം. അതാണ് നമ്മുടെ തീരുമാനം, നിഗമനം. അപ്പോൾ അതുകൂടെ ഇപ്പോൾ സെക്കൻഡ് ഫ്ലോർ ഡണ്ണിയൊക്കെ ഇട്ടിപ്പോൾ കാണാം ഗൈസ്. ഞാൻ ആ വുഡ് ഡസ്റ്റ് എന്ന് പറഞ്ഞ പാക്ക് എടുത്ത് കളയേണ്ട ഒരു ഗതികേട് വന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് കളഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ബ്ലോക്കൊക്കെ ഇങ്ങനെയാണ്. പുതിയ ബ്ലോക്ക് കണ്ടുപിടിച്ച് ചെയ്യാൻ എന്ത് ചെയ്യാല്ലേ. ബാക്ക് ടു ദ പ്രോഗ്രസ് ഗൈസ്. ഒരു ബാഡ് ന്യൂസ് ഉണ്ട് ഗൈസ്, എൻ്റെ സ്റ്റോൺ കട്ടർ കാണാനില്ല. പിന്നെ നമ്മുടെ ബേസിൻ്റെ സെക്കൻഡ് ഫ്ലോർ അതിഗംഭീരമായി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇനിയും കുറേ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മേളിൽ ഇനി ആ റൂഫ് കൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൻ്റെ എക്സ്റ്റീരിയർ നമ്മൾ കംപ്ലീറ്റ് ആക്കും. അതിനിടയ്ക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ ദിവസം ഞാൻ പനിയൊക്കെ പിടിച്ച് കുറേ നാളായിട്ട് എടുക്കാതിരുന്നായിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റോൺ കട്ടർ കാണാതെ. പിന്നെ ഇവിടെ മറ്റേ കുറച്ച് സംഭവങ്ങളൊക്കെ വരാനുണ്ട്. എൻ്റെ സ്റ്റോൺ കട്ടർ ഇതിലേ പോയോ. ഗൈസ്, നമ്മൾ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അതായത് നമ്മുടെ തേർഡ് ഫ്ലോർ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കുഴപ്പം പറ്റി ഗൈസ്, എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് പനി പിടിച്ച് ഞാൻ കുറേ നാൾ ചെയ്യാതിരുന്നെന്ന്. അതുകൊണ്ട് അതായത് നമ്മളിപ്പോൾ 27ാമത്തെ ദിവസത്തിലാണ് നിൽക്കണേ. ഞാൻ 19ാമത്തെ ദിവസം നിർത്തി വെച്ചിട്ട് പോയതാണ്. ഇപ്പോൾ ഈ 27ാമത്തെ ദിവസം എന്നാ ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല. എന്നാന്നറിയത്തില്ല, ഒരു ടൈം ലാപ്സ് കണ്ടിട്ടോ നിങ്ങൾ, അതേ നടക്കുള്ളൂ ഇപ്പോൾ. ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഇനി തൊട്ട് നമ്മൾ 10 ദിവസം 100 ദിവസം എന്നൊക്കെ വെച്ച് ചലഞ്ച് ചെയ്യില്ലേ. അതായത് 100 ദിവസത്തേനെ ഈ വെള്ളുള്ളൂ, 10 ദിവസം കൊണ്ട് ഓരോ പ്രോഗ്രസ് വീതം ചെയ്യുന്നത്. അത് ഞാൻ അങ്ങ് നിർത്തി. അപ്പം ശ്രുതി എന്ന് പറഞ്ഞ ബ്രോൻ്റെ വീഡിയോയിൽ ഞാൻ കാണാറുണ്ട്, ഇതേപോലെ എത്ര പോസ് ചെയ്താലും എന്നാ കാണിച്ചാലും ആ ഗെയിം നിൽക്കത്തില്ല, ഗെയിം ഓടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയും പറയാൻ വേണ്ട ഞാൻ ഇത്രയും നേരം നിർത്തി വെച്ചത് ടൈം ലാപ്സ്. ഒരു കാര്യം ചെയ്യും, ബാക്കി ടൈം ലാപ്സ് കൂടെ കാണാം, അതേ നടക്കുള്ളൂ. ഇനി റൂഫ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് എക്സ്റ്റീരിയർ കംപ്ലീറ്റ് ആക്കണം. ബാക്കി കണ്ടിട്ടോ. ഗൈസ്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മൾ വേസിൻ്റെ പണി തീർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അടുത്ത എപ്പിസോഡിൽ ഒരു ചിമ്മിനിയൊക്കെ വരും. പിന്നെ ലാൻഡേം തൂക്കാൻ വേണ്ടി 1-2 സംഭവങ്ങളൊക്കെ വരും.
അങ്ങനെ കുറച്ച് ലുട്ടലൊടുക്ക് സാധനങ്ങളൊക്കെ പുറത്ത് വരും. എന്നാലും എക്സ്റ്റീരിയർ നമ്മൾ ഡണ്ണി ആക്കിയിട്ടുണ്ട്. എത്ര നാളായിട്ടെന്നറിയാമോ ഒന്ന് ഉറങ്ങിയിട്ട് മൈൻക്രാഫ്റ്റിൽ? ഉണ്ണി ഉറങ്ങിയിട്ട് എത്ര നാളായിന്നറിയാമോ? വല്ലതും അറിയണോ? ആ എന്നെയാണേ പിന്നെ ഇവിടെ ഒന്ന് രണ്ട് സാധനങ്ങൾ മിസ്സിങ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എടുത്ത് കളയണം, കാരണം വിൻഡോ മറയ്ക്കുന്നുണ്ട് ഇത്. അപ്പോൾ എടുത്ത് കളയണം. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ എന്നാ ചെയ്യണേ? ഒരു മിനിറ്റേ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.